ശ്രീ ശങ്കുട്ടിദാസ്, അതായത് ബി.ജെ.പിയെ ഒരു ഓൾട്ടർനേറ്റീവായി കോൺഗ്രസ്സുകാർ കാണുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പതനത്തിന്റെ കാരണം എന്നുള്ളതാണ്. അത് കെ സുധാകരൻ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇലക്ഷൻ സമയത്ത് താൽക്കാലികമായി ഒഴിയേണ്ടി വന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം തിരികെ വരുമ്പോൾ പോലും അത് വലിയ വാർത്തയാകുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അത് മുഴുവൻ സമയ ചർച്ചയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ശങ്കുട്ടിദാസ്, യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ കെ സുധാകരൻ എന്ന ഓപ്ഷൻ പരിഗണിക്കുന്നുണ്ടോ? നോക്കൂ, ഈ വിഷയത്തിൽ BJPയുടെ അഭിപ്രായം പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവരുടെ അധ്യക്ഷൻ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയായതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങി വരുന്നു. അവരുടെ ആഭ്യന്തര കാര്യമാണ്. അദ്ദേഹം BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവചിക്കാൻ ഞാൻ ആളല്ല. കേരളത്തിലെ ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ രണ്ട് മുന്നണികളിൽ നിന്നും BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുൻ മന്ത്രി BJPയിലേക്ക് വന്നത് ഇടതുപക്ഷത്തു നിന്നാണ്, വിശ്വനാഥ മേനോൻ. ആദ്യമായിട്ടൊരു മുൻ MLA BJPയിലേക്ക് വന്നത് ഇടതുപക്ഷത്തു നിന്നാണ്, അൽഫോൺസ് കണ്ണന്താനം. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ധാരാളം നേതാക്കന്മാർ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ S. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കന്മാരല്ലേ BJPയുമായിട്ട്. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമരച്ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? അങ്ങ് എന്നെ തിരുത്തുകയാണോ? ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വിശ്വനാഥ മേനോൻ എന്റെ ഓർമ്മ VB ചെറിയാന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ എറണാകുളത്ത് നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ താമര ചിഹ്നത്തിലാണോ? താമര ചിഹ്നത്തിലല്ല മത്സരിച്ചത്, പക്ഷേ BJP മുന്നണിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അൽഫോൺസ് കണ്ണന്താനം താമര ചിഹ്നം. അൽഫോൺസ് കണ്ണന്താനം കരുവാൾ ചുറ്റിയ ക്ഷേത്രത്തിൽ മത്സരിച്ച ആളല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ. ശരി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. BJPന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കെ സുധാകരൻ മാത്രമല്ല ധാരാളം ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നു, അനിൽ കെ ആന്റണി BJPയിലേക്ക് വന്നു. അതേപോലെ അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും MP ആയിട്ടിരുന്നിട്ടുള്ള MLA ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്, അദ്ദേഹം BJPയിലേക്ക് വന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു തേർഡ് ഓൾട്ടർനേറ്റീവായിട്ട് നാളെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമായിട്ട് BJP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ കേരളത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു വിജയം BJP നേടുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിലൊക്കെ പറഞ്ഞത്. അനിൽകുമാറിന് കിട്ടിയിട്ടുള്ള വാർത്ത എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ അവിടെ ഗംഭീര അടിയായിരുന്നു എന്നാണ്. പക്ഷേ BJPയുടെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള നേതൃയോഗത്തിൽ നടത്തിയിട്ടുള്ള അവലോകനത്തിൽ പറയുന്നത് ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും ജയിക്കും, 20% മേലെ വോട്ട് ഷെയർ കേരളത്തിൽ നേടും, 10ഓളം മണ്ഡലങ്ങളിൽ BJP, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വരും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായിട്ട് BJP വരും എന്നാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തമിഴ്നാട്ടും കേരളത്തിലും അവസാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ അക്കാര്യത്തിൽ വാഗ്വാദം നടത്തിയിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി വരും. Debate with MV Nikesh Kumar.